Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MA കോഴ്സസിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. സോ ഈ ഒരു പേപ്പർ ഓപ്പൺ ബുക്ക് എക്സാം ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ബുക്ക് തുറന്നു വെച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആണ്. അപ്പോൾ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേ, വളരെ എളുപ്പമാണോ ഈ പരിപാടി? ബുക്ക് തുറന്നു വെക്കുകയാണെങ്കിൽ പിന്നെ വല്ല പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM, അതുപോലെ തന്നെ MA, BCom, അതുപോലെ തന്നെ BA, MBA ഈ കോഴ്സസിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡോടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് റീഡ് ചെയ്യാം. ഇതാണ്: PG എല്ലാ പ്രോഗ്രാമിലുമുള്ള പഠിതാക്കൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പൊതുവിലുള്ള ആൻസിലിയറി കോഴ്സ് ആണ് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. ഈ കോഴ്സിൻ്റെ പരീക്ഷ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ രീതി അനുസരിച്ചുള്ളതാണ്. പരീക്ഷാ ഹാളിൽ യൂണിവേഴ്സിറ്റി തയ്യാറാക്കി നൽകിയ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റു പുസ്തകങ്ങൾ ഹാളിൽ അനുവദനീയമല്ല. യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്ന SLM മെറ്റീരിയൽ ആയതിനാൽ ഒന്നും എഴുതാനോ അടിവരയിടാനോ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അതിൽ കുത്തിക്കോറി വരയ്ക്കുകയോ ഒന്നും പാടില്ല കേട്ടോ. പരീക്ഷാ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഇനി നമുക്ക് ഡെപ്തിൽ കാണാം. ഇതിനായിട്ട് മുമ്പ് ഇതിൻ്റെ വന്നിട്ടുള്ള എന്താണ് പറയുക, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ഇതിനേക്കാൾ അല്ലെങ്കിൽ മറ്റേ എക്സാം പോലെയല്ല ഇത്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. ഡിറക്റ്റ് ചോദ്യങ്ങളല്ല വരാം. ബുക്ക് നമ്മളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ചോദ്യം കിട്ടിയിട്ട് ആ ചോദ്യത്തിനുള്ള ആൻസർ ബുക്കിൽ എവിടെന്നെങ്കിലും നോക്കി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കാൻ പറ്റുന്നൊരു പരിപാടിയുള്ളത്. സാധാരണ എക്സാം ആണെങ്കിൽ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ അങ്ങനത്തെ ചോദ്യങ്ങൾ വരില്ല, ഇൻഡയറക്റ്റ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. മനസ്സിലാവുണ്ടോ? നമുക്ക് അതിനെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇൻഡയറക്റ്റ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് കൺസെപ്റ്റോടുകൂടി മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം ആണെന്ന് വിചാരിച്ചാൽ അതിനർത്ഥം പഠിക്കാണ്ട് പോകേണ്ട ആവശ്യമില്ല എന്നല്ല. നന്നായി പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം. ദെൻ നമുക്ക് എക്സാമുകളിൽ അതിൽ നിന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാം. കാരണം ഒക്കെ ഇൻഡയറക്റ്റ് ചോദ്യങ്ങളാ. അതും ഡെയിലി ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ചോദ്യങ്ങൾ വരാം. അതല്ലാണ്ട് സാധാരണ നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പാറ്റേൺ അല്ല ഇവിടെ വരാം. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാം. പഠിക്കാണ്ട് പോയി പ്രസൻറ്റ് ചെയ്യണതല്ല. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പ് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോവാം. പ്രസ്തുത തീയതിയിൽ 10 AM to 1:15 വരെ പഠിതാക്കളുടെ അതാത് പരീക്ഷാ കേന്ദ്രത്തിൽ നടത്തുന്ന എക്സാം 15 മിനിറ്റ് കൂടുതൽ, റെഫറൻസിനായി 15 മിനിറ്റ് അധിക സമയം ഉൾപ്പെടെ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് 3 മണിക്കൂർ 15 മിനിറ്റ് ആയിരിക്കും അനുവദിക്കുക. അതാണ് പറയണത്. ബുക്ക് നോക്കി നമ്മൾ റെഫർ ചെയ്ത് അതിൽ നിന്നുള്ള ആ ഒരു സത്ത് നമുക്ക് എടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പഠിതാക്കൾക്ക് സർവകലാശാല നൽകിയിട്ടുള്ള പ്രസ്തുത കോഴ്സിൻ്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് മാത്രം ഹാളിൽ കൊണ്ടുപോകാവുന്നതാണ്. റെഫറൻസിനായി ഉപയോഗിക്കാം. പ്രസ്തുത കോഴ്സിൻ്റെ ഓപ്പൺ ബുക്ക് രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ ഞാൻ കാണിച്ചു തരാം. ദെൻ റെഫറൻസിനായി സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് പരീക്ഷാ ദിവസം കൊണ്ടുവരേണ്ടത് പഠിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇവ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതല്ല.
ഇങ്ങനെ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് പരീക്ഷയ്ക്ക് മുമ്പായി ഇൻവിജിലേറ്റർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കും. ചെക്ക് ചെയ്തിട്ടേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. സർവകലാശാല നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല. മറ്റു പുസ്തകങ്ങളോ പേപ്പറുകളോ കുറിപ്പുകളോ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദമില്ല. പഠിതാക്കൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ മറ്റു കുറിപ്പുകൾ വയ്ക്കുകയോ കോപ്പിയടി യാതൊന്നും തന്നെ ഒട്ടിച്ചു ചേർക്കുകയോ കോപ്പിയടി എഴുതി ചേർക്കുകയോ തുന്നി ചേർക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അത്തരം നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പഠിതാക്കൾക്കെതിരെ സർവകലാശാല നിയമം അനുസരിച്ച് കർശന നടപടി സ്വീകരിക്കുന്നതാണ്. അതിന് എന്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻഡയറക്ട് മോഡിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ വയ്ക്കുന്നത്. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടെക്കിയാണല്ലോ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ, ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ അനുവദനീയമല്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പുസ്തകങ്ങളുടെ ശരിയായ ഉപയോഗം നിർണായകമായതിനാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. സംഭവം പൂമാല കിട്ടിയ പോലെ ആവരുത്. ഇത് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വായിച്ച് അത് മനസ്സിലാക്കിയിട്ട് എഴുതാൻ വരണ്ടേ. ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ ആവശ്യപ്പെട്ട പ്രകാരം സമഗ്രമായി വ്യക്തതയോടെ എഴുതുക. അനാവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം വ്യക്തമാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമുക്ക് പലപ്പോഴും റെഫർ ചെയ്തിട്ടൊക്കെ എഴുതുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ റെഫറൻസ് പ്രോപ്പറായിട്ട് വെക്കണം എന്നുള്ളതാണ്. പരീക്ഷാ ഹാളിൽ മറ്റു പഠിതാക്കളുമായി ആശയവിനിമയം നടത്താനോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, മറ്റു സാധനങ്ങൾ, ഉപകരണങ്ങൾ കൈമാറ്റം ചെയ്യാനും പാടില്ല. ഒരാൾ ബുക്ക് കൊണ്ടുവന്നില്ല, അത് ഇങ്ങനെ നേടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കണം പരിപാടി നടക്കില്ല. ബുക്കില്ലെങ്കിൽ അതില്ലാണ്ട് എഴുതേണ്ടി വരും. പരീക്ഷാ ഹാളിൽ അത് കൊണ്ടുപോകണം കേട്ടോ. കർശനമായ നിശബ്ദത പാലിക്കണം. എന്തെങ്കിലും സംശയമോ സഹായമോ ആവശ്യമെങ്കിൽ ഇൻവിജിലേറ്ററുടെ സഹായം തേടാവുന്നതാണ്. മുകളിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾക്കുപരി സർവകലാശാലയുടെ നിലവിലുള്ള പരീക്ഷകളുടെ മറ്റ് നിർദ്ദേശങ്ങൾ ഈ പരീക്ഷയ്ക്കും ബാധകമാണ്. ആസ് യൂഷ്വൽ പഠിതാക്കൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങളോ സംശയങ്ങളോ അറിയാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് തുറന്നു വെച്ചിട്ട് എഴുതാൻ അവരൊരു ഇത് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചിന്തിച്ചുകൂടാൻ. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യപേപ്പറുകളായിരിക്കും വരാം. ഇപ്പം നമുക്ക് അസൈൻമെൻറ്റ്സിൽ നമുക്ക് പാർട്ട് 2 അനലറ്റിക്കൽ അസൈൻമെൻ്റ് ഇല്ലേ, ഒക്കെ എന്താ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഡെയിലി ലൈഫിൽ വരുന്ന പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും അവരുദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ബുക്ക് കിട്ടുമ്പോൾ ആയിരിക്കും ഈ ബുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ എന്നിട്ട് കാര്യം, കൺസെപ്റ്റ് കിട്ടും. അതൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ ബുക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.